ഇന്ന് ഡിസംബർ 17 പാലും പയവും മദനോത്സവം, പല്ലൊട്ടി ത്രയം, താനാര, മുറ സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ, ഈ ആഴ്ച വരുന്ന OTT റിലീസുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഒരുപാട് പേര് OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന VK പ്രകാശ് സംവിധാനം ചെയ്ത മീര ജാസ്മിനും അശ്വിൻ ജോസും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന റൊമാന്റിക് കോമഡി ഡ്രാമ ഫാമിലി സിനിമയാണ് പാലും പയവും. സിനിമ ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ 20 വൈകിട്ട് 6 മണിയോടെ സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഷൈജു കുറുപ്പൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന പല്ലോട്ടി 90s കിഡ്സ് എന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ കിഡ്സ് ഡ്രാമ മലയാളം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 18 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിംപ്ലി സൗത്തിലൂടെ ഓവർസീസിൽ മലയാളം ഭാഷയിലും കൂടെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. 2022 ഇറങ്ങിയ സീതാരാമപുരം എന്ന ഫാമിലി ഡ്രാമ റൊമാൻസ് തെലുങ്ക് സിനിമ ഇപ്പം സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. RJ ബാലാജി മലയാളത്തിൽ നിന്നും സാനിയ അയ്യപ്പനും കൂടെ ചേർന്ന് അഭിനയിക്കുന്ന തമിഴ് പ്രിസൺ സർവൈവൽ ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയാണ് സ്വർഗവാസൽ. നേരത്തെ സിനിമയുടെ HD അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. മറിമായം ടീമിന്റെ ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മികച്ച അഭിപ്രായം നേടിയ മലയാളം സിനിമയാണ് പഞ്ചായത്ത് ജട്ടി. ഈ കോമഡി സിനിമ ആദ്യം ടിവിയിലാണ് റിലീസ് ചെയ്യുന്നത്. വരുന്ന ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25 വൈകിട്ട് 7 മണിയോടെ ഏഷ്യാനെറ്റ് മൂവീസിൽ സിനിമ മലയാളം ഭാഷയിൽ സംപ്രേഷണം ചെയ്യും. അതിന്റെ ശേഷമുള്ള ദിവസങ്ങളിൽ ആയിട്ടായേക്കും സിനിമ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുക. മനോരമ മാക്സ് പഞ്ചായത്ത് ജട്ടി സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. മോജിൻ 3 ദ സ്നേക്ക് ട്രഷർ എന്ന ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി മിസ്റ്ററി സിനിമ ഇപ്പം മുതൽ യൂട്യൂബിലൂടെ മലയാളം ഭാഷയിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ പിക്ചേഴ്സ് മലയാളം ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ സിനിമ എന്ന റെക്കോർഡുമുള്ള തെലുങ്ക് പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ അല്ലു അർജുൻ ചിത്രമാണ് പുഷ്പ 2 ദ റൂള്. 400-600 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 1400 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച ഈ സിനിമ ഡിസംബർ 20-21 വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏതു ചാനലിലൂടെ HD റിലീസ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും സിനിമയുടെ മികച്ച ക്വാളിറ്റിയിലുള്ള മലയാളം ഭാഷയിലടക്കമുള്ള OTT റിലീസ് ജനുവരി മാസം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഉണ്ടാക്കുക. സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. അത് പ്രകാരം സിനിമ ജനുവരി 9 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ജനുവരി 23 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിലും OTT റിലീസ് ചെയ്യുമെന്നാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റിന്റെ പ്രഖ്യാപനം ജനുവരിയിലെ ആദ്യ ആഴ്ചയിലായിട്ടായേക്കും നെറ്റ്ഫ്ലിക്സിലൂടെ വന്നേക്കുക. ക്യൂബിക്കിൾസ് എന്ന ഹിന്ദി കോമഡി ഡ്രാമ സീരീസിന്റെ 4ാമത്തെ സീസൺ ഡിസംബർ 20 സോണി ലിവിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മൂൺ വാക്ക് എന്ന പുതിയ കോമഡി ത്രില്ലർ ഹിന്ദി സീരീസ് ജിയോ സിനിമാസിലൂടെ ഡിസംബർ 20 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന കനി കുസൃതി അഭിനയിക്കുന്ന റൊമാൻസ് ഡ്രാമ ഹിന്ദി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 18 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സത്യദേവ്, ധനഞ്ജയ്, പ്രിയ ഭവാനി ശങ്കർ, സത്യരാജൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന സീബ്ര എന്ന മിക്സഡും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ സിനിമ 2 ദിവസങ്ങൾക്ക് മുന്നേ സിനിമയുടെ തമിഴ്, തെലുങ്ക് ഭാഷകളിലുള്ള HD വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയുടെ യഥാർത്ഥ OTT റിലീസ് ഡിസംബർ 20 ആഹാ OTTയിലൂടെയാണ് ഉണ്ടാക്കുക. തമിഴ്, തെലുങ്ക് ഭാഷകളിലായിരിക്കും OTT റിലീസ് ചെയ്യുക. ലീല വിനോദം എന്ന പുതിയ തെലുങ്ക് ഫ്രണ്ട്ഷിപ്പ് കോമഡി റൊമാന്റിക് സീരീസ് നാളെ രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 19 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത അഥർവ റഹ്മാന്, ശരത് കുമാർ ഒക്കെ അഭിനയിക്കുന്ന നിറങ്ങൾ 3 എന്ന ക്രൈം ത്രില്ലർ തമിഴ് സിനിമ ആഹാ തമിഴ് സിംപ്ലി സൗത്ത് ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ ഡിസംബർ 20 OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നീ മെയിൻ സാസ് കുട്ടനി എന്ന പഞ്ചാബി കോമഡി സിനിമ ഡിസംബർ 19 ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സ്മാൾ തിങ്സ് ലൈക്ക് ദീസ് എന്ന സിലിയാൻ മുർഫി നായകനാകുന്ന മികച്ച അഭിപ്രായം നേടിയ ഹിസ്റ്റോറിക് ഡ്രാമ ഹോളിവുഡ് സിനിമ ഇപ്പം മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അനോര എന്ന റൊമാന്റിക് ഡ്രാമ അമേരിക്കൻ സിനിമയും ഇന്ന് ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ലേഷർ ഹൊറർ ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് കില്ലർ ഇൻഫ്ലുവൻസ്. ഈ സിനിമയും ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ വിച്ച് റിവഞ്ച് എന്ന റഷ്യൻ സർവൈവൽ ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമ ഡിസംബർ 19 ഉച്ചയ്ക്ക് 1:30 ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, റഷ്യൻ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. തുർക്കിഷ് കോമഡി റൊമാന്റിക് സിനിമയാണ് ലവ് ഇൻ 36 ഡിഗ്രീസ്. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ കന്നഡയിലും അമേരിക്കയിലും ഹിന്ദി, ഇംഗ്ലീഷ്, തുർക്കി
പോർച്ചുഗീസ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2022 ഇറങ്ങിയ ഫാന്റസി കോമഡി ഹൊറർ ഇറ്റാലിയൻ സിനിമയാണ് 3 Men and Ghost ഡിസംബർ 20 VR OTT-യിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇറ്റാലിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സൗത്ത് ആഫ്രിക്കൻ റൊമാന്റിക് കോമഡി ആന്തോളജി സിനിമയാണ് ഉംജോളോ ഡേ വൺസ്. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 20 ഹിന്ദി, ഇംഗ്ലീഷ്, സുളു ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ദ 688 എന്ന ഹോളിവുഡ് മിലിറ്ററി ബയോപിക് ഡ്രാമ ത്രില്ലർ സിനിമ ഡിസംബർ 20 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഹോളിവുഡ് മെഡിക്കൽ റൊമാന്റിക് ഡ്രാമ സീരീസ് ആണ് വിർജിൻ റിവർ. സീരീസിന്റെ പുതിയ 6ാമത്തെ സീസൺ ഡിസംബർ 19 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഡച്ച് ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് ഫെറി. ഈ സീരീസിന്റെ പുതിയ 2ാമത്തെ സീസൺ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഡച്ച് ഭാഷകളിൽ ഡിസംബർ 20 OTT-യിൽ ലഭ്യമാക്കുന്നതാണ്. ദ ചെൽസിയ ഡിറ്റക്റ്റീവ് എന്ന ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ 3ാമത്തെ സീസൺ ഇന്ന് അക്കൗണ്ട് ടിവിയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലൈഡ് എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസ് ഡിസംബർ 19 പേരമൗണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. 2015 ഇറങ്ങിയ റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സീരീസ് ആണ് ഹൈഡ് ജക്കായിൽ മീ. സീരീസിന്റെ എല്ലാ 20 എപ്പിസോഡും ഇന്ന് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2013 ഇറങ്ങിയ വെരി ഓർഡിനറി കപ്പിൾ എന്ന റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സിനിമയും ഇന്ന് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ റിലീസ് ആക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് OTT പ്ലാറ്റ്ഫോം കൺഫേം ആയിട്ടുണ്ടെങ്കിലും OTT റിലീസ് കൺഫേം ആകാത്ത മലയാള സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിലൂടെ ഈ ഡിസംബർ മാസം തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട ഒഫീഷ്യൽ റിപ്പോർട്ട് വന്ന 2 മലയാളം സിനിമകളാണ് മദനോത്സവം എന്ന സുരാജ് വെഞ്ഞാറമൂട് നായകനാകുന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ കോമഡി സാറ്റയർ മലയാളം സിനിമയും ധ്യാൻ ശ്രീനിവാസന്റെ ത്രയം എന്ന ക്രൈം ത്രില്ലർ മലയാളം സിനിമയും. ഈ 2 സിനിമകളും ഡിസംബർ 20-നും 30-നും ഉള്ളിലായിട്ട് തന്നെ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മിക്സഡും മികച്ചതും അഭിപ്രായം നേടിയ നസ്ലൻ ഗഫൂർ നായകനാകുന്ന ടെക്നോ ത്രില്ലർ മലയാളം സിനിമയാണ് ആയാം കാതലൻ. സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്ററും ട്രെയിലറും മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. സിനിമ ഡിസംബർ മാസം അവസാനത്തോടെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിലും ജനുവരിയിലെ ആദ്യ പകുതിയിലേക്കും OTT റിലീസ് നീട്ടിവെക്കാൻ സാധ്യതകളുണ്ട്. ഓശാന എന്ന ധ്യാൻ ശ്രീനിവാസൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന റൊമാന്റിക് കോമഡി മലയാളം സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനം മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ OTT റിലീസ് ജനുവരി മാസത്തിലായിരിക്കും ഉണ്ടാക്കുക. താനാര എന്ന കോമഡി ത്രില്ലർ മലയാളം സിനിമയുടെ OTT അവകാശം സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് ദിനത്തിൽ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്ന ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ് മുറ. എബോവ് ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനം ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ സിനിമയും ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ 25-ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഒരു മാസം മുന്നേ ആമസോൺ പ്രൈം OTT അവകാശം സ്വന്തമാക്കി OTT കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ട ദിലീപ് നായകനാകുന്ന മലയാളം ആക്ഷൻ ഡ്രാമ റൊമാന്റിക് സിനിമയാണ് ബാന്ദ്ര. ഈ സിനിമയും ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ അവസാനത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. റിപ്പോർട്ടിൽ പിന്നീട് പുതിയ മാറ്റങ്ങളോ അപ്ഡേറ്റുകളോ വന്നിട്ടില്ല. സിനിമ ക്രിസ്മസ് ദിനത്തിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.